മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതെങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി മുഴുവൻ വീഡിയോ നിങ്ങൾ കാണുക. ഇതിനുപയോഗിക്കുന്ന മീൻ അത്യാവശ്യം കനമുള്ള മീനാണ്. ഏത് മീനും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഒരു മുള്ളുള്ള നല്ല കനമുള്ള മീനാണ്. ഇത് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ മസാലക്കൂട്ടിനായി 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തായി ചേർക്കുന്ന കുരുമുളകിന് പൊടിയാണ്, ഇത് 1/2 ടേബിൾ സ്പൂണാണ്. പിന്നീട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്, 1/2 ടേബിൾ സ്പൂണാണ്. ടേബിൾ സ്പൂൺ ഒന്ന് മാറിപ്പോകരുത്. ഇത് ഗരം മസാലപ്പൊടിയും 1/2 ടേബിൾ സ്പൂണാണ്. ഇത് പെരുംജീരകമാണ്, 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇത് നല്ല ജീരകം 1/2 ടീസ്പൂൺ ചേർക്കുന്നു. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അടുത്തത് ഉപ്പാണ്, ഇത് 1 ടേബിൾ സ്പൂണാണ്. അപ്പോൾ ടേബിൾ സ്പൂൺ ടീസ്പൂൺ മാറിപ്പോൾ ശ്രദ്ധിക്കുക. ഇത് വിനാഗിരിയാണ്, 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയും 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി അടുത്ത് ചേർക്കുന്നത് പച്ചവെള്ളമാണ്. പച്ചവെള്ളവും 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് 1 ടേബിൾ സ്പൂൺ ഇതുപോലെ നിറച്ച് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അവസാനമായി ചേർക്കുന്നത് കോൺഫ്ലോറാണ്. ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും 15 ഐറ്റംസ് ചേർത്തിട്ടുണ്ട്. 15 ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ടാണ് ഈ മസാലക്കൂട്ട് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മസാലക്കൂട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ കാണുന്ന പോലെ നല്ലൊരു മിക്സ് ചെയ്തെടുക്കുക. ഈ അളവ് ആണ് എടുക്കുന്നതെങ്കിൽ ഒട്ടും നമ്മൾ വേറെ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട. ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി എടുത്തു വെച്ചിരിക്കുന്ന കഴുകി ക്ലീനാക്കിയ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല മാംസം നല്ല ഉള്ളത് കൊണ്ട് തന്നെ ഈ മസാല എല്ലാ സ്ഥലങ്ങളിലേക്കും ചേർത്ത് പിടിച്ച് രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലേക്കെല്ലാം കറക്റ്റായ രീതിയിൽ വലിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ മുഴുവൻ മീനും നമുക്ക് എടുത്തു വെച്ച ശേഷം കാണിച്ചു തരാം. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ചേർക്കുന്നത്. കാരണം എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അത് പിടിക്കാതെ കിട്ടുകയുള്ളൂ. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ മീൻ വറക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ, എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഓരോ മീനുകൾ ചേർത്ത് കൊടുക്കുക. ഈ ചേർക്കുന്ന സമയം മുതൽ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഈ മീൻ വറുത്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പുറം പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളു മുരിയുമില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അല്പം നെയ്യൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 8 മിനിറ്റ് ആദ്യം ചെയ്യുന്നുണ്ട്. നമ്മളിതിപ്പോൾ നോക്കിയാൽ 4 മിനിറ്റ് ആയി, മൊത്തം 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ വൈറ്റ് പുറത്ത് ഇപ്പോൾ 8 മിനിറ്റ് ആയി. 8 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമാണ് ശ്രദ്ധിക്കണം. 8 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ മറിച്ചിടാം. കാരണം എങ്കിൽ മാത്രമേ അതിൻ്റെ വേവും ഒരു കറക്റ്റായി കിട്ടുകയുള്ളൂ. ഇതിങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ഇത് വേവിച്ചെടുക്കുന്നത്, മുരിച്ചെടുക്കുന്നത് 10 മിനിറ്റാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് ഇത് ഉപയോഗിക്കുമ്പോൾ 2 മിനിറ്റ്. അങ്ങനെ ഓരോ സൈഡും 10 മിനിറ്റ് വീതമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം 8 മിനിറ്റ്, അതിനുശേഷം തിരിച്ചിട്ട് കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതിൽ ഒരു 6 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതുപോലെ അതിൻ്റെ ഗ്യാപ്പിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുവന്നുള്ളി നമ്മൾ ചതച്ച് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില. ഈ 3 സാധനങ്ങൾ ഈ മീനിട്ടതിൻ്റെ ഗ്യാപ്പിൽ എവിടെയെല്ലാം വെളിച്ചെണ്ണുണ്ട് അവിടെയൊക്കെ ചേർത്ത് കൊടുക്കുക. കാരണം ബാക്കിയുള്ള 4 മിനിറ്റ് കൂടെ ഒന്ന് കഴിയുമ്പോൾ ഇതെല്ലാം മുരിഞ്ഞ് വരുമ്പോൾ യഥാർത്ഥത്തിൽ മീനേക്കാളും ടേസ്റ്റും ഈ പറഞ്ഞ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ കഴിക്കാനായിരിക്കും. ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഏത് മീൻ ചെയ്യുമ്പോഴും ഇതുപോലെ ആ ഒരു ഗ്യാപ്പിലൊക്കെ ഈ ഉള്ളി, വെളുത്തുള്ളി, വേപ്പില ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും മറിച്ചിടും. അതായത് 8 മിനിറ്റ് നമ്മൾ വേവിക്കുന്നു. അത് കഴിയുമ്പോൾ മറിച്ചിടുന്നു. മറിച്ചിട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് വേവിക്കുന്നു. 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് 2 മിനിറ്റ്. അപ്പോൾ 2 സൈഡും 10, 20 മിനിറ്റ് ആയിട്ടുണ്ട്. തിരിച്ചിട്ടതിന് ശേഷം 6 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. അത് പ്രത്യേക ടേസ്റ്റ്. കാണുമ്പോഴേ അറിയാൻ പറ്റും ഇതിൻ്റെ ആ ഒരു വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രത്യേക മണമാണ്, നല്ല ടേസ്റ്റാണ്. ചില ഫുഡുകളൊക്കെ നമ്മൾ ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻ വറുത്ത് അതുപോലെ ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏകദേശമൊക്കെ ഇതിൻ്റെ സമയമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 20 മിനിറ്റ് മൊത്തം ആയിട്ടുണ്ട്. തീ എപ്പോഴും ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമാണ്. ഇതിൻ്റെ മുരിവെല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ കമൻസൊക്കെ അറിയിക്കുക. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിയുമ്പോൾ കാണുമ്പോഴേ അറിയാം നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. മുരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി, ഉള്ളിയൊക്കെ. ഈ പ്ലേറ്റിൽ മാറ്റുമ്പോൾ ഇതുപോലെ ഇരിക്കും. എല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഈ ഒരു രുചി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.